അത് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുന്നുണ്ട്. ഹബീബ് ഈ മാസത്തിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുന്നുണ്ട്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് സന്തോഷം വരുന്നുണ്ട്. ഹുവ ഖൈറുൻ, അത് തന്നെയാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഖൈർ. ഖൈറുൻ അൽ ഖൈറുൽ അദീം, ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ഖൈർ മുഅ്മിനീങ്ങൾ ഹബീബിനെ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കുന്നതാണ്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ ആ സമയം മറ്റെന്തെല്ലാം വാരിക്കൂട്ടാൻ വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ അതിനേക്കാളെല്ലാം ഖൈർ എന്റെ റസൂലിനെ കുറിച്ച് പറയലാണല്ലോ. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ ആചരിക്കുന്നത്. അപ്പോഴൊരു സംശയം, അന്നല്ലേ നബി വഫാത്തായത്? പടച്ചോനെ, അന്ന് തലേ കൈയിട്ട് കരയേണ്ട ദിവസമല്ലേ? നാട്ടിലൊക്കെ ഉണ്ടായ ഏർപ്പാട് അങ്ങനെ നോട്ടീസൊക്കെ ഇറങ്ങിയിട്ടുണ്ടാ? എന്തോ രസല നോട്ടീസെന്നറിയോ? ഞാനത് കണ്ടു. ഇതേ ദിവസമാണ് നബി വഫാത്തായതെന്ന് ഓർക്കണേ. നബിയുടെ വഫാത്ത് നടന്ന ദിവസം മധുരപലഹാരം വിതരണം ചെയ്തിട്ടോ തോരണങ്ങൾ ചാർത്തിയിട്ടോ ആഘോഷിക്കുകയാണോ? നല്ല ചിന്തയാണ്. പക്ഷെ വിവരക്കേട് പറഞ്ഞാൽ എന്താ ചെയ്യാം? പരമമായി വിവരക്കേടാണ് എഴുതി വെച്ചത്, പറഞ്ഞത്. ആ പ്രിന്റിങ്ങിന്റെ കോസ്റ്റ് അങ്ങ് പോയി. എന്തെന്നറിയോ? സങ്കടപ്പെടാൻ അല്ലാഹു പറഞ്ഞത് 3 ദിവസമാണ്. ഒരാൾ വഫാത്തായാൽ സങ്കടപ്പെടാൻ, ദുഃഖിതരായിരിക്കാൻ അല്ലാഹു അനുവദിച്ചത് 3 ദിവസമാണ്. 3 ദിവസം. അത് കഴിഞ്ഞ പിന്നെ ദുഃഖാചരണം ഇസ്ലാമിലില്ല. ഭാര്യയ്ക്ക് സങ്കടപ്പെടാം, അവരുടെ ഭർത്താവ് മരണപ്പെട്ടാൽ 4 മാസവും 10 ദിവസവും ഒരു ഭാര്യ സങ്കടപ്പെട്ടിരിക്കണം. എന്നാൽ ലോകത്ത് ആര് മരണപ്പെട്ടാലും 3 ദിവസം കഴിഞ്ഞാൽ സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞ ദീനാണ് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ സന്തോഷത്തിന് അതിന് പറഞ്ഞിട്ടുണ്ടോ? സന്തോഷത്തിന് ദിവസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിരുകളില്ലാതെ സന്തോഷിക്കാൻ അനുമതി നൽകിയ അല്ലാഹുവിന്റെ ദീനാണിത്. സങ്കടപ്പെടാൻ പറഞ്ഞത് 3 ദിവസം. ദിനകൂട്ടരെ, നിങ്ങൾ ദുഃഖാചരണം ആചരിക്കുന്നത് ഇത് അല്ലാഹു പറഞ്ഞതാണോ? ഇത് അല്ലാഹു പറഞ്ഞതാണോ? അല്ല. ഇപ്പൊ മണ്ടത്തരം പറയുന്നത് നല്ല ആശയമാണ്, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അത് മണ്ടത്തരമാണ്, വിവരക്കേടാണ് പറയുന്നത്. പിന്നെ ചോദ്യം വരുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലെങ്കിലും ജന്മം ആഘോഷിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് കുറച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ആളുകൾക്ക് നിബിധങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മിൽപ്പെട്ട ആളുകൾക്ക് തന്നെ ഈ വിഷയത്തിൽ തിരിയാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ എന്ന ഖേദം കൊണ്ട് ചില കാര്യങ്ങൾ പറയാം. ആരെയും ആക്ഷേപിക്കുകയോ എതിർക്കുകയോ എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ സത്യമായിട്ട് പറയും. അത് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ഇത് സംശയം, എനിക്കത് പ്രശ്നമില്ല. നിബിധങ്ങളും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് മറിച്ചൊരു ചോദ്യം നമുക്കങ്ങോട്ട് ചോദിച്ചൂടെ? നബിയും സ്വഹാബികളും ചെയ്തത് മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നവരോടൊരു ചോദ്യം. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളിൽ ആരെങ്കിലും ഒരാളോ വെള്ളിയാഴ്ച ദിവസം പച്ച മലയാളത്തിന് ഖുതുബ ഓതിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നബിയോ സ്വഹാബികളോ ഒരൊറ്റ തവണയെങ്കിലും പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെപ്പറ്റി ഞങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താണെന്നും ശിർക്കാണ് ചെയ്യുന്നതെന്നും. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ തലമുറക്കാതെ മിഹ്റാബിലേക്ക് നിന്നിട്ടുണ്ടോ നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കുമ്പോ? അല്ലാഹുവിന്റെ നബിയോ സ്വഹാബികളോ പാന്റും ഷർട്ടും ഇട്ട് തലമറക്കാതെ മിമ്പറിൽ കയറി ഖുതുബ ഓതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തേ റബീഉൽ അവ്വൽ മാത്രം വരുമ്പോ ഒരു ബേജാറ്? എന്തേ റബീഉൽ അവ്വൽ മാത്രം ഇങ്ങനെ ചോദ്യം? നബിയും സഹാബികളും ചെയ്യൂ എന്ന് പറയുന്നവർ അറബിയിലല്ലേ ഖുതുബ ഓതേണ്ടത്? നബി പറഞ്ഞിട്ടുണ്ടോ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ ഓതി കൊടുക്കണമെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ, ഒരു ഹദീസും ഇല്ലല്ലോ. അപ്പൊ വെറുതെ മനുഷ്യന്മാരെ ഫിത്നയാക്കരുത്. നമ്മൾ പറയില്ല നിങ്ങൾ ശിർക്കാ ചെയ്യുന്നത്, നമ്മളെ പറ്റി നിങ്ങളും പറയണ്ട. എന്തെന്നറിയോ? നിങ്ങൾക്കതിന് ന്യായീകരണമുണ്ട്, ഞങ്ങൾക്കും ഇതിന് ന്യായീകരണമുണ്ട്.
നബിയും സഹാബത്തും ചെയ്തത് മാത്രം ഇസ്ലാമിലുള്ളതെന്ന് പറയാൻ പറ്റുമോ? അതാരാണ് കൊണ്ടുവന്നത്? മണ്ടത്തരമാണ് ആ പറയുന്ന വാക്കുകൂടെ. അല്ലാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾക്ക് അക്കമിട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ ആയത്ത്, രണ്ടാമത്തെ ആയത്ത്, മൂന്നാമത്തെ ആയത്തുകൾക്ക് അക്കം ചേർത്തിട്ടുണ്ടോ നബിയുടെ കാലത്ത്? ഇല്ല. വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് താഇന് 2 പുള്ളി മേലെ, ബാഇന് 1 പുള്ളി താഴെ, സാഇന് 3 പുള്ളി മേലെ, ഫത്ഹും കസ്റും ദമ്മും നബിയോ സ്വഹാബികളോ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്നിട്ടുണ്ടോ? ഇല്ല. എന്തേ ലോകത്താരും ഇത് ബിദ്അത്താണ് പറയാതിരുന്നത്? വിവരമുള്ള പണ്ഡിതന്മാരാണ്. വിശുദ്ധ ഖുർആനിനെ 30 ജുസ് ആക്കിയിട്ടുണ്ടോ നബിയോ സ്വഹാബത്തോ ജീവിച്ചിരിക്കുന്ന കാലത്ത്? ഇല്ല. ഇന്ന് നമ്മൾ ഓതുന്ന ഖുർആൻ 30 ജുസ് അല്ലേ? അതിൽ ഫത്ഹും കസ്റും ദമ്മുമില്ലേ? എന്റെ സഹോദരങ്ങളോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, നബിയും സ്വഹാബത്തും ചെയ്യാത്തത് ശിർക്കും കുഫറും ബിദ്അത്തും ദലാലത്തുമാണെന്ന് പറയുന്നവരോട് ചോദിക്കട്ടെ, ലോകത്ത് ഒരാളും പറയാത്ത, ഒരാളും പറഞ്ഞിട്ടില്ലാത്ത സംഗതികളാണ് ഇതൊക്കെ. മുസ്ലിം ലോകം അംഗീകരിച്ചു വരുന്നില്ലേ ഇതൊക്കെ? മുസ്ലിം ലോകം അംഗീകരിച്ചില്ലേ ഇതൊക്കെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഖുബാ പള്ളിയിൽ ഇമാം നിന്നിരുന്നൊരു സ്വഹാബിയുടെ കഥ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ തഫ്സീറിൽ രേഖപ്പെടുത്തി. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനെ വ്യാഖ്യാനിച്ചപ്പോ എന്താണെന്നറിയോ? ആ സ്വഹാബി എപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ ഓതും. അത് കഴിഞ്ഞിട്ടോതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്ത് ഓതിയിട്ട് റുക്ഉയിലേക്കല്ല പോകുന്നത്, പിന്നെ വേറൊരു സൂറത്ത് ഓതും, എന്നിട്ട് റുക്ഉയിലേക്ക്. രണ്ടാമത്തെ റക്അത്തിലും അങ്ങനെ തന്നെ. ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് വേറൊരു സൂറത്ത് ഓതും. സ്വഹാബികൾക്കിടയിൽ വിഷമമായി. അവർ ചോദിക്കാൻ തുടങ്ങി, ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഒരു സൂറത്ത് പോരെ? അത് ഖുൽ ഹുവല്ലാഹു എന്ന് മതിയാക്കിക്കൂടെ? പിന്നെയും എന്തിനാ വേറൊരു സൂറത്ത് ഓതുന്നത്? അവരുടെ മനസ്സിൽ ഒരു വിഷമമുണ്ട്. നബിയോട് ചെന്ന് പരാതി പറയാൻ പോവുകയാണ്. അവർക്കാണെങ്കിലോ ഇദ്ദേഹമല്ലാതെ മറ്റൊരാൾ ഇമാമ് നിൽക്കുന്നത് ഇഷ്ടവുമല്ല. അദ്ദേഹം കാന മിൻ അസ്ലഹിഹിം, അവരിൽ ഏറ്റവും നല്ല നന്മയുടെ ആളായിരുന്നു ആ സ്വഹാബി. നബിയോട് ചെന്ന് പറയണ്ടേ, യാ റസൂലല്ലാഹ്, നബിയേ, ഖുബായിലെ പള്ളിയിലേക്ക് അങ്ങ് ഇമാമായി നിർവഹിച്ച ഇമാമ് ഫാത്തിഹ കഴിഞ്ഞാൽ എല്ലാ തവണയും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുന്നുണ്ട് നബിയെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു സൂറത്തും ഓതിയിട്ട് റുക്കൂഇലേക്ക് പോകുന്നത്. അത് ഒരു സൂറത്തല്ലേ ഓതേണ്ടതുള്ളൂ, ഒന്ന് തന്നെ മതിയല്ലോ നബിയെ? എന്തിനാണ് എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നത്? അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നബിയെ. നിങ്ങളെന്താ പറഞ്ഞെന്നറിയോ? ഇത് ഞാൻ ചെയ്യാത്തത് ചെയ്തതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തുനിന്നാണോ പറഞ്ഞത്? അല്ല. തഫ്സീറുകൾ എടുത്ത് നോക്കി ഇമാമുന റാശിദങ്ങൾ ഉദ്ധരിച്ചു. ഇത് ഇമാം ഖുർത്തുബി തങ്ങൾ, ഇമാം ഇബ്നു കസീർ തങ്ങൾ, പ്രഗൽഭരായ മുഫസ്സിരീങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം, സലൂ ബിമാ യഫ്അലു ഹാദാ, ചോദിച്ചു നോക്കി അയാൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്താണ്? കാരണമെന്താണെന്ന് ചോദിക്കണം. സ്വഹാബിമാർ എന്ന് ചോദിച്ചു. നബി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എപ്പോഴും ഓതാൻ കാരണം? ഖാല ഇന്നി ഉഹിബ്ബു ഹാദിഹി സൂറ, ഈ സൂറയോട് എനിക്ക് ഹുബ്ബുണ്ട്, സ്നേഹമുണ്ട്. നബിയോട് ചെന്ന് പറയുന്നു, നബിയേ, ആ സൂറത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് പോ നബിയെ അദ്ദേഹം ഇടക്കിടക്ക് ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നത്. നബിയുടെ മറുപടി എന്താണെന്നറിയോ? ചെവി തുറന്ന് കേൾക്കണേ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ ചെയ്യുന്ന ഒരുപാട് നന്മകളെ ശിർക്കാണെന്നും കുഫ്റാണെന്നും പേടിപ്പിക്കുന്നവരോട് വിനയത്തോടുകൂടെ ഞാനെന്ന് ചോദിക്കട്ടെ. ഈ മറുപടി പറഞ്ഞ സ്വഹാബിയോട് നബിയുടെ മറുപടി, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ഈ സൂറയോട് നിങ്ങൾ സ്നേഹം കാണിച്ചത് നിങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയിരിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. എന്തിനാണ് ഈ ചെയ്തത്? സ്നേഹം കൊണ്ട്. എന്തിനാണ് ഈ ചെയ്തത്? ഹുബ്ബ് കൊണ്ട്. നബി പറഞ്ഞോ, ഞാൻ ചെയ്തിട്ടില്ലാത്ത നിങ്ങൾ ചെയ്യുകയാണോ എന്ന്
എന്ന് സ്വഹാബിയെ പേടിപ്പിച്ചോ? ഇല്ല. എന്തിന് നിങ്ങൾ ചെയ്യുന്നു? ഇബാദത്തുകളെ മാറ്റിമറിക്കാമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം?